പരിക്കളം കരയോഗത്തിനു വേണ്ടി പുതുതായി പണി കഴിപ്പിച്ച മൈലപ്രവൻ ഗോവിന്ദൻ നമ്പ്യാർ സ്മാരക കരയോഗ മന്ദിര ഉദ്ഘാടനം നടത്തി. കരയോഗ മന്ദിര ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.എ. ഷജിത്ത് നിർവഹിച്ചു. പരിക്കളം NSS കരയോഗത്തിനു വേണ്ടി പുതുതായി നിർമ്മിച്ച മൈലപ്രവൻ ഗോവിന്ദൻ നമ്പ്യാർ സ്മാരക കരയോഗ മന്ദിരം ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.എം. ഷജിത്ത് നിർവഹിച്ചു. ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്നത് കരയോഗത്തിന്റെ ചരിത്രത്താളുകളിൽ സ്വർണ്ണലിപികളിൽ എഴുതുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വിസ്തൃതി എന്ത്, അതിൻ്റെ സൗകര്യങ്ങൾ എന്ത് എന്നുള്ളതല്ല, മറിച്ച് നായ സർവീസ് സൊസൈറ്റി എന്ന സംഘടനയുടെ നാമധേയം എഴുതപ്പെട്ട ഒരു കെട്ടിടം നമ്മുടെ പോലെയുള്ള പ്രവർത്തിക്കുന്ന കരയോഗത്തിൻ്റെ പരിധിയിൽ ഉണ്ടാവുക എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെയൊരു കെട്ടിടം ഔദ്യോഗികമായി ഏവരുടെയും അനുഗ്രഹാശസ്സോടുകൂടി ഈ പ്രദേശത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് മനോഹരമായ ഈ കെട്ടിടം അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യാൻ തയ്യാറായ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ മൈലപ്രവൻ ഗോവിന്ദൻ നമ്പ്യാരുടെ കുടുംബാംഗങ്ങൾക്ക് തളിപ്പറമ്പ് താലൂക്ക് യൂണിയന്റെ നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. NSS കരയോഗം സെക്രട്ടറി KD നാരായണൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ NSS കരയോഗം പ്രസിഡന്റ് മാവില ചന്ദ്രൻ നമ്പ്യാർ അധ്യക്ഷനായി. ഇന്ന് NSS പരിക്കളം കരയോഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിമിഷമാണ്. 2004 NSS കരയോഗം പരിക്കളത്ത് രൂപീകരിച്ചതു മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ ഈ കരയോഗ മന്ദിരത്തിൻ്റെ പണി പൂർത്തീകരിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചിട്ടുള്ളത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ നിമിഷമാണ് എന്നാണ് ഇത്. തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ, ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ AK നിർമ്മല ടീച്ചർ, R ഹരിദാസ്, ചന്ദ്രാംഗതൻ നമ്പ്യാർ, ചന്ദ്രബാബു, ഗിരിജ നാരായണൻ, ജയേഷ് M, സത്യഭാമ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. P പവിത്രൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് കരയോഗം കുടുംബങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. NSS എന്ന് പറയുന്നത് അത് ഒരു പ്രസ്ഥാനമാണ്. അത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ടാണ്. സമുദായത്തിന്റെ ഉന്നമനം എന്ന് പറയുന്നത് അത് രാജ്യത്തിന്റെ ഉന്നമനം കൂടിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു സമുദായ കൂട്ടായ്മ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു സമുദായത്തിന്റെ വളർച്ച മാത്രമല്ല, അല്ലെങ്കിൽ മറ്റു സമുദായത്തിനോടുള്ള വൈരമല്ല കാണിക്കേണ്ടത്. നമ്മുടെ നല്ല ചിന്തകൾ വെച്ച് പുലർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്.